അങ്ങനെ 2024 ഫുട്ബോളിലെ കണക്കുകൾ ഏറെക്കുറെ ക്ലോസ് ചെയ്യാനായി എന്നല്ല, 2024 കഴിഞ്ഞു. ഇതുവരെ താരങ്ങളുടെ കണക്കുകൾ, ഗോളുകൾ, അസിസ്റ്റുകൾ, അതുപോലെ തന്നെ റെക്കോർഡുകൾ, അവാർഡുകൾ എല്ലാം ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2024 കണക്കുകൾ പ്രകാരം നമുക്ക് നമ്മുടെ ബാലൻ ഡി ഓർ ജേതാവ് റോഡ്രി ആണോ, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ആണോ ബെറ്റർ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആൻസർ കിട്ടിയിട്ടില്ല. 2024 കഴിഞ്ഞു, ഇപ്പോഴും അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം ആ ബാലൻ ഡി ഓർ വിനീഷ്യസ് ജൂനിയറിന് കിട്ടിയില്ല, അത് റോഡ്രിക്കാണ് കിട്ടിയത് എന്ന് തന്നെയാണ് കാരണം. ബാക്കിയുടെ കണക്കുകളൊക്കെ നിരത്തി കഴിഞ്ഞാൽ ഏറെക്കുറെ വിനീഷ്യസ് ജൂനിയറിനെ ഒരു മുൻതൂക്കമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ റോഡ്രി ഈ ഒരു ബാലൻ ഡി ഓർ നേടി, പക്ഷെ അതിന് പുറത്ത് അദ്ദേഹത്തിന് മറ്റുള്ള അവാർഡുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. വിനീഷ്യസ് ജൂനിയർ ആകട്ടെ ഫിഫ ബെസ്റ്റ് അവാർഡ്, അതുപോലെ തന്നെ മാർക്ക 100 ലോകത്തെ ഏറ്റവും മികച്ച 100 താരങ്ങളിലെ 1ാം സ്ഥാനം, അതുപോലെ തന്നെ ഇന്നലെ ഗ്ലോബ് സോക്കർ അവാർഡ്, ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ്, അന്നിങ്ങനെയുള്ള അവാർഡുകൾ നിരന്തരമായിട്ട് നേടി. അതിൻ്റെയൊക്കെ പുറത്ത് ഇന്റർകോണ്ടിനൽ കപ്പിൽ അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് ആയി, പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയി, അങ്ങനെയുള്ള നേട്ടങ്ങൾ അതിൻ്റെ പുറമെ നേടുന്നുണ്ട്. അങ്ങനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിനീഷ്യസ് ജൂനിയറിന് ഒന്നിന് പിറകെ ഒന്നായിട്ട് അവാർഡുകളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ വന്നിട്ടുണ്ട് ഈ വർഷത്തിൽ. പക്ഷേ സൂപ്പർ താരം റോഡ്രിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻ ഡി ഓർ നേട്ടമല്ലാതെ കൂടുതൽ നേട്ടങ്ങളൊന്നും എടുത്തു പറയാനില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വരാൻ കാരണം വിനീഷ്യസ് ജൂനിയറിന് ഈ ഒരു ഗ്ലോബ് സോക്കർ അവാർഡ് കൂടി നേടിയപ്പോൾ ആളുകൾക്കിടയിൽ വീണ്ടും ചർച്ചകൾ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് വിനീഷ്യസ് ജൂനിയറിന് ബാലൻ ഡി ഓർ കിട്ടിയില്ല, റോഡ്രിക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഫൈനൽ മറുപടിയായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഈ ഒരു ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനീഷ്യസ് ജൂനിയർ അർഹതപ്പെട്ടതായിരുന്നു ബാലൻ ഡി ഓർ, അത് അനീതിയാണ് കാണിച്ചത് എന്നുള്ളതൊക്കെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു വേദിയിൽ വെച്ചിട്ട്, ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനീതിയാണ് വിനീഷ്യസിനോട് കാണിച്ചത്, ഈ ഒരു ഗ്ലോബ് സോക്കർ അവാർഡ് സത്യസന്ധമായ അവാർഡാണെന്ന് ഞാൻ കണക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിനീഷ്യസ് ജൂനിയറിന് ആ ഒരു അവാർഡ് കൊടുത്തപ്പോൾ ഏതായാലും വിനീഷ്യസ് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ ആയിരുന്നു ആ ഒരു ബാലൻ ഡി ഓർ കിട്ടാത്ത സമയത്ത്. എങ്കിലും അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഓരോ അവാർഡുകൾ പിന്നീട് നേടാൻ കഴിഞ്ഞു. ഫിഫ ബെസ്റ്റ് പ്ലെയർ, അതുപോലെ തന്നെ ഗ്ലോബ് സോക്കർ അവാർഡ്, അതുപോലെ മാർക്ക 100 പ്ലെയർ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൊയ്യാൻ കഴിഞ്ഞു. ഇതൊക്കെ പാടാകുമ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വാക്ക് മതി അദ്ദേഹത്തിന് ഊർജ്ജം പകരാൻ. അദ്ദേഹത്തിന് കിട്ടാത്ത ബാലൻ ഡി ഓർ അദ്ദേഹത്തിന് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് മതി. അദ്ദേഹത്തിന് വിനീഷ്യസ് ജൂനിയർ തന്നെ പറയും ചെയ്തു, ക്രിസ്ത്യാനോ പറഞ്ഞു ഞാനാണ് ബെസ്റ്റ് എന്നുള്ള കാര്യം. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ആശ്വസിക്കാൻ കഴിഞ്ഞ വർഷത്തിൽ ഈ ഒരു അവാർഡുകളൊക്കെ റോഡ്രിക്ക് മുന്നിൽ അദ്ദേഹത്തിന് നിരത്തി വെക്കാനുണ്ട്. വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് മികച്ച വർഷം നമുക്ക് മുന്നിൽ കാഴ്ച വെച്ചത് എന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കണക്കാക്കുന്നതും അല്ലേ.